ഞാനിപ്പോൾ ആത്മയിലേക്ക് വരികയാണ്. ഞാൻ വന്നിട്ട് ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർ എനിക്ക് ഓഫ് കോഴ്സ് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ധാരാളമുള്ള ആളുകളാണ് എന്നെപ്പോലുള്ള ആൾക്കാരെല്ലാവരും. കാരണം നമ്മുടെ ജീവിത രീതികൾ അങ്ങനെയാണ്. പല സമയത്ത് ഇപ്പോഴും ഞാൻ എന്താ പറയുക, UK ടൈമിലാണ് അല്ലെങ്കിൽ യൂറോപ്പ് ടൈമിലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സിനിമാക്കാരായിട്ടൊക്കെ നിങ്ങൾക്ക് ബന്ധമുള്ളതുകൊണ്ട് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ബിസി ഷെഡ്യൂളിൽ പോകുന്ന ബിസിനസ്സുകാർ, അങ്ങനെയുള്ള പല ആൾക്കാരും പലപ്പോഴും അവരുടെ ജീവിത രീതികൾ ഒത്തിരി കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് പല കാര്യത്തിലും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും പൈസ മുടക്കി ട്രാവൽ ചെയ്യുന്നതാണ് എന്നോർത്തുകൊണ്ട് മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു സമയത്ത് ഭക്ഷണം പോലും സ്കിപ്പ് ചെയ്ത് നിന്നിരിക്കും. അപ്പോൾ അങ്ങനെ എന്നെ പോലുള്ളൊരു വ്യക്തി, ഞാൻ തന്നെയാണെന്നിരിക്കട്ടെ, ഞാനിപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഡോക്ടറെ തേടി വരികയാണ്. എനിക്ക് പ്രശ്നങ്ങളുണ്ട്. അതായത് എനിക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയാനായിട്ട് ഇപ്പോൾ എന്താ, എനിക്കിപ്പോൾ ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ഇച്ചിരി വയറുണ്ട്, കൂർക്കം വലിയുണ്ട്. പിന്നെന്താണ്, ഡയബറ്റിക് ആണെന്ന് വെച്ചാൽ ഡയബറ്റിക് ഇല്ല. എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, ഞാനത് റിവേഴ്സ് ചെയ്താണ്. ഗ്രേഡ് 2 ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ടൈം നോക്കിയപ്പം ഫാറ്റി ലിവർ നോർമലായിരുന്നു. ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്. പക്ഷെ വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സമീപനം? മൊത്തത്തിൽ സുഹിത്തേൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ സുഹിത്തേന് തന്നെ അറിയാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ ഇന്ന കാര്യങ്ങളാണ് മിസ്റ്റേക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഹോൾ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് രോഗങ്ങളെ അല്ല ചികിത്സിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ ശരീരത്തെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. മുട്ടുവേദന എന്നുള്ളതിനെ ചികിത്സിക്കാൻ പോയാൽ മുട്ട് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ശരീരം മുഴുവൻ നോക്കുമ്പോൾ മുട്ടുവേദന അവിടെ നിന്ന് പോകണമല്ലോ എന്നുള്ളത് പോലെ തന്നെയാണ് ഒരു ഹോൾ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സുഹിത്തേനെ സംബന്ധിച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളില്ല എങ്കിൽ യു നീഡ് എ ഡീടോക്സിഫിക്കേഷൻ. ഒരു റിലാക്സേഷൻ നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്കും എനിക്കും അറിയാം നമ്മളുടെ ശരീരത്തിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എവിടെയൊക്കെയോ അക്കുമുലേറ്റ് ചെയ്ത് കിടപ്പുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അത് ഭക്ഷണത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടി ആയിരിക്കാം, പല രീതിയിലാണ്, സ്ട്രെസ്ഡ് ആയിരിക്കാം. അപ്പോൾ ഈ അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്കൊരു സർവീസ് നമ്മുടെയൊക്കെ ശരീരത്തിന് ആവശ്യമാണ്, അല്ലേ? നമ്മളുടെ വണ്ടിക്ക് ഒരു വർഷത്തിലൊരു സർവീസ് എന്നുള്ള പോലെ നമ്മളുടെ ശരീരത്തിനൊരു സർവീസ് ആവശ്യമാണ്. ആ സർവീസാണ് നമ്മൾ പലപ്പോഴും ആളുകളോട് എൻഷുർ ചെയ്യുന്നത്. യു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഇറങ്ങിപ്പോകുന്ന പോലെ 2-3 ദിവസം കഴിയുമ്പോൾ അനുഭവിക്കാൻ പറ്റും. വാട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ നീഡഡ് ഫോർ യുവർ ബോഡി. അത് ബേസിക്കലി അതിനാണ് ഈ ഡീടോക്സിഫിക്കേഷനോ റിജുവിനേറ്റിംഗ് എന്നൊക്കെ പറയാം. അതിനെല്ലാം അപ്പുറം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മളുടെ കൂടെ കൂട്ടിയ കുറേയധികം ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയുക എന്നുള്ളതാണ് ആത്മയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക. അതുകൊണ്ടാണ് യു വിൽ ഫീൽ റിഫ്രഷ്ഡ്, യു വിൽ ഫീൽ ലൈറ്റ്. ചിലപ്പോൾ ഈ 10 ദിവസം കൊണ്ട് 10 കിലോ കുറഞ്ഞവരും 3 കിലോ കുറഞ്ഞവരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് വെയിങ് മെഷീനിലെ വെയിറ്റിനപ്പുറം യു ക്യാൻ ഫീൽ ലൈറ്റ്. മനസ്സിലായില്ലേ? ഇപ്പോൾ വെയിറ്റ് ലോസ് ജേർണി, ഇപ്പോൾ സുഹിത്തേനൊക്കെ വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടുന്നതിനൊക്കെ അപ്പുറം വെയിങ് മെഷീനപ്പുറം നിങ്ങൾ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പി ഉണ്ടാവുന്നത്, അല്ലേ? അല്ലാതെ വെയിങ് മെഷീനിൽ 10 കിലോ കുറഞ്ഞപ്പോൾ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിനൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ലൈറ്റ് ഫീലിംഗ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്നുള്ളത്. കാരണം ആ ഒരു ലൈറ്റ് ഫീലിംഗ് അത്ര എളുപ്പമല്ല കിട്ടാൻ. പക്ഷേ ആ ലൈറ്റ് ഫീലിംഗ് കിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കംഫർട്ട് സോൺ, അത് വളരെ വലുതാണ്. സോ അതാണ് പലപ്പോഴും ആത്മയിൽ, ഇപ്പം സെലിബ്രിറ്റീസ് ആണെങ്കിലും ബിസിനസ്സുകാരൊക്കെ ആണെങ്കിലും നമ്മൾ അവരോട് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അനുഭവിച്ച് പോകാൻ പറ്റുന്നൊരു ഉറപ്പ് എന്നുള്ളത് ആ ലൈറ്റ് ഫീലിംഗ് ആണ്, ആ ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ്. പക്ഷെ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അതാണ് തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് എന്തെന്നറിയോ, ഞാൻ എല്ലാവരും പറയുന്ന ഉദാഹരണമാണ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ കാറിനോടൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ. കാറിൻ്റെ സർവീസ് ഡ്യൂ ആയാൽ എന്ത് വന്നാലും നമ്മൾ സർവീസ് ചെയ്യാൻ പോകാറുണ്ട്. അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഒന്ന് സ്നേഹിക്കുക. കാറ് പോയാൽ വേറെ ഒരെണ്ണം മേടിക്കാൻ പറ്റും. ഇത് നമ്മുടെ ശരീരമാണ്. ഇത് നമ്മുടെ ശരീരത്തിന് വർഷത്തിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 10 days എന്നുള്ളത്, ഇത് മുമ്പോട്ട് പോകാൻ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി തരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ്.